ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മനുഷ്യ ശരീരവുമായി ബേസ് ചെയ്തിട്ടുള്ള അടുത്ത 50 ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1ൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് വായിക്കേണ്ട ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ നോക്കാം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ ആണ്. വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ബിയും സിയും. അപ്പോൾ നമ്മൾ ബിസി ഒക്കെ ആകുമ്പോൾ വെള്ളം ഒരുപാട് കുടിക്കും എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? കരളാണ്. കോശാസ്ഥികുടം എന്നറിയപ്പെടുന്നത് ഏതാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് കോശാസ്ഥികുടം എന്നറിയപ്പെടുന്നത്. എന്താണ് ഡാൽട്ടനിസം? നിറങ്ങൾ തിരിച്ചറിയാനാവാത്ത അവസ്ഥയാണ് ഡാൽട്ടനിസം എന്ന് പറയുന്നത് കേട്ടോ. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി കാണപ്പെടുന്ന എവിടെയാണ്? ചെവിയിലാണ്. ഏതാണ് അസ്ഥി? സ്റ്റേപ്പസ് ആണ്. അപ്പോൾ സ്മോൾ സ്റ്റേപ്പസ്, രണ്ടും എസ് എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. മനുഷ്യ ശരീരത്തിലെ ശിരോനാഡികളുടെ എണ്ണം എത്രയാണ്? 12 ജോഡിയാണ് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? തുടയെല്ലാണ്, ഫീമറാണ്. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്രയാണ്? മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം 24 ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെച്ച ആദ്യ മനുഷ്യ അവയവം ഏതാ? വൃക്കയാണ് കേട്ടോ. എലിയുടെ ശരീരത്തിലെ ക്രോമോസോമുകളുടെ എണ്ണം എത്രയാണ്? 42 ആണ് എലികളുടെ ശരീരത്തിലെ ക്രോമോസോമുകളുടെ എണ്ണം. സാർസ് രോഗം ശരീരത്തിലെ ഏത് ഭാഗത്തെ ബാധിക്കുന്നത്? ശ്വാസകോശം. ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജം നിർണ്ണയിക്കുന്ന യൂണിറ്റ് ഏതാണ്? കലോറിയാണ് കേട്ടോ. ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജം നിർണ്ണയിക്കുന്ന യൂണിറ്റ് ഏതാണ്? കലോറി. ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ഡോക്ടർ ആരാണ്? ക്രിസ്ത്യൻ ബർണാഡ് ആണ്. ആരാണ്? ക്രിസ്ത്യൻ ബർണാഡ്. ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാ? ഏപ്രിൽ 7 നമ്മൾ ലോക ആരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് ഏതാണ്? നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ന്യൂറോൺ. കാഴ്ചയെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? കാഴ്ചയെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? സെറിബ്രമാണ്. ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാ? സൊമാറ്റോട്രോപ്പിൻ. ഓർത്ത് വയ്ക്കുക കേട്ടോ. ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? സൊമാറ്റോട്രോപ്പിൻ. നെക്സ്റ്റ് നോക്കാം. കൊക്കപ്പുഴു ആഹാരം ശേഖരിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ശരീരത്തിൽ എവിടെ നിന്നാണ് കൊക്കപ്പുഴു ആഹാരം ശേഖരിക്കുന്നത്? എവിടെ നിന്നാണ്? ചെറുകുടലിൽ നിന്നാണ്. അന്തസ്രാവി ഗ്രന്ഥികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥി ഏതാണ്? പീയൂഷ ഗ്രന്ഥിയാണ് കേട്ടോ. അന്തസ്രാവി ഗ്രന്ഥികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥി ഏതാണ്? പീയൂഷ ഗ്രന്ഥി. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാ? ജൈവ ഘടികാരം പീനിയൽ ഗ്രന്ഥിയാണ് കേട്ടോ. ഏതാണ്? പീനിയൽ ഗ്രന്ഥി. അടുത്ത് നോക്കാം. കോശത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? സൈറ്റോളജി. കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി. സൈറ്റോളജിയുടെ പിതാവ് ആരാണ്? റോബർട്ട് ഹുക്ക് ആണ്. സൈറ്റോളജിയുടെ പിതാവ് റോബർട്ട് ഹുക്ക്. പേശികളില്ലാത്ത അവയവം ഏതാണ്? ശ്വാസകോശമാണ്. ശ്വാസകോശത്തിൻ്റെ സംരക്ഷണ ആവരണം എന്ന് പറയുന്നത് പ്ലൂറ ആണ് കേട്ടോ. ശ്വാസകോശത്തിൻ്റെ സംരക്ഷണ ആവരണം ഏതാണ്? പ്ലൂറ. ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? മെഡുല്ല ഒബ്ലാങ്കേറ്റ ആണ്. ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റ. ആദ്യത്തെ കൃത്രിമ ഹൃദയം സ്വീകരിച്ച ആളാരാണ്? ബർണി ക്ലർക്ക് ആണ്. ബർണി ക്ലർക്കാണ് ആദ്യത്തെ കൃത്രിമ ഹൃദയം സ്വീകരിച്ച ആൾ. ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഗ്രലിൻ ആണ് കേട്ടോ. ഓർത്ത് വയ്ക്കുക. ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഗ്രലിൻ. ഒരു സാധാരണ വ്യക്തിയുടെ സിസ്റ്റോളിക് പ്രഷർ എത്രയാണ്? 120 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ആണ് കേട്ടോ. ഓർത്ത് വയ്ക്കുക. 120 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. നെക്സ്റ്റ് വൺ നോക്കാം. നട്ടലിലെ ആദ്യത്തെ കശേരു ഏതാണ്? അറ്റ്ലസ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ അല്ല, അപ്പോൾ എ വെച്ചിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അറ്റ്ലസ്. നട്ടലിലെ അവസാനത്തെ കശേരു ഏതാണ്? കോക്സിസ്. എന്താണ്? കോക്സസ്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയം. നെക്സ്റ്റ് നോക്കാം. മുട്ടയുടെ മഞ്ഞയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ്? ജീവകം ഇ ആണ്. ബ്യൂട്ടി വിറ്റാമിൻ എന്നൊക്കെ പറയണം. ജീവകം ഇ ആണ്. റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഏതാണ്? സുഷുമ്നയാണ് കേട്ടോ. റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സുഷുമ്ന. സുഷുമ്നയുമായി യോജിച്ചിരിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? മെഡുല്ല ഒബ്ലാങ്കേറ്റ ആണ്. സുഷുമ്നയുമായി യോജിച്ചിരിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റ. സ്നെല്ലൻ ചാർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാഴ്ചയായിട്ടാണ് സ്നെല്ലൻ ചാർട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠമാണ്. ഹാൻസൻസ് രോഗം, കുഷ്ഠം. ശരീരതുലനാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ശരീരഭാഗം ഏതാണ്? ശരീരഭാഗമാണ് കേട്ടോ. ഏതാണ്? ചെവി. നെക്സ്റ്റ് നോക്കാം. ഹൃദയത്തിൻ്റെ ഇടത്തെ അറകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാൽവ് ഏതാണ്? ദ്വിതള വാൽവാണ്, അല്ലെങ്കിൽ മിട്രൽ വാൽവ് എന്ന് പറയും കേട്ടോ. ഹൃദയത്തിൻ്റെ ഇടത്തെ അറകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാൽവാണ് ദ്വിതള വാൽവ്. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ ആണ് കേട്ടോ. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ. ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൈപ്പോ തലാമസ് ആണ് ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. മസ്തിഷ്കത്തെ പൊതിഞ്ഞിരിക്കുന്ന സ്ഥലം ഏതാണ്? മെനിഞ്ചസ് ആണ്. മെനിഞ്ചസ് ആണ് മസ്തിഷ്കത്തെ പൊതിഞ്ഞിരിക്കുന്ന സ്ഥലം. അടുത്ത് നോക്കാം. ഭക്ഷണത്തിലെ പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം ഏതാണ്? നമ്മുടെ ചെറുകുടലാണ് കേട്ടോ. എത്ര മീറ്റേഴ്സ് ഉണ്ട് ചെറുകുടലിന്? നീളം 6 മീറ്റർ ആണ്. എയ്ഡ്സ് രോഗം നശിപ്പിക്കുന്നത് ഏത് രക്താണുവിനെയാണ്? ഏത് രക്താണുവിനെയാണ് എയ്ഡ്സ് രോഗം നശിപ്പിക്കുന്നത്? ലിംഫോസൈറ്റ്സ് ആണ്. രക്തത്തിൻ്റെ pH വാല്യൂ എത്രയാണ്? 7.4 ആണ് കേട്ടോ. കണ്ണിലെ ലെൻസ് ഏതാണ്? ബൈകോൺവെക്സ് ലെൻസ് ആണ് കണ്ണിലെ ലെൻസ്. പ്രകൃതിയിലെ ശുചീകരണ ജോലിക്കാർ എന്നറിയപ്പെടുന്നത് ഫംഗസ് ആണ് കേട്ടോ.
തലച്ചോറിൻ്റെ ഭാരം എത്രയാണ്? 1400 ഗ്രാം ഉണ്ട്. തലച്ചോറിൻ്റെ ഭാരം 1400 ഗ്രാം. കോശത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ആരാണ്? ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് ആണ് കോശത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത്. കോശത്തിലെ ട്രാഫിക് പോലീസ് എന്ന് പറയുന്നത് ഗോൾജി ബോഡീസ് ആണ്. ഗോൾജി ബോഡീസ് ആണ് കോശത്തിലെ ട്രാഫിക് പോലീസ്. കണ്ണീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? ലൈസോസൈം ആണ്. കണ്ണീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? ലൈസോസൈം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.